Students, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 സയൻസിൻ്റെ 6th ചാപ്റ്റർ ദ ലിവിങ് ഓർഗനിസംസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹാബിറ്ററ്റ് എന്ന് പറയുന്ന ലെസണാണ്. അതായത് ഇതിനകത്തിൽ ജീവനുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആനിമൽസും പ്ലാന്റ്സും. ഈ ആനിമൽസിനും പ്ലാന്റ്സിനും ജീവനുണ്ട്. ആ ജീവനുള്ള വസ്തുക്കളും അവരുടെ സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവ സവിശേഷതകൾ, ആൻഡ് ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന വാസസ്ഥലം, അവർ ജീവിക്കുന്ന സ്ഥലം. ഇതിനെക്കുറിച്ചാണ് ഈ ലെസണിൽ പറയുന്നത്. എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോകാം. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ പലതരത്തിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ജീവജാലങ്ങളെല്ലാം പലതരത്തിലുള്ളതാണ്. ഇത് പല സ്ഥലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അതുങ്ങളുടെ സ്വഭാവത്തിനും അതുങ്ങളുടെ വാസസ്ഥലത്തിനും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പഠിക്കുന്ന സയൻസ് ചാപ്റ്ററിൽ നിന്ന് കുറച്ചേറെ വ്യത്യാസമുള്ള ഒരു ചാപ്റ്ററാണിത്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ജനറൽ അവയർനെസ്, അതായത് നമ്മുടെ പൊതുവായ അറിവ് ലിവിങ് തിങ്സിനെ കുറിച്ചുള്ളത് ഇതിനകത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിനെക്കാട്ടി കൂടുതൽ, അതായത് എക്സാമിന് പഠിക്കുക എന്നതിനേക്കാളപ്പുറം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ഈ ലെസനെ കാണണം. നമുക്ക് ലെസണിലേക്ക് പോകാം. സാധാരണ എന്നും പറയുന്ന പോലെ പഹേലിയും ബൂജോയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവർ ഒരു ട്രിപ്പ് പോയാണ് വെക്കേഷൻ സമയത്തേക്ക്. അപ്പോൾ ഒരു പ്രാവശ്യം അവർ ഋഷികേശിലേക്കാണ് പോയത്. അപ്പോൾ അവർ അവിടെ കുന്നിൻ്റെ മുകളിലൂടെയൊക്കെ നടന്നു, ഹിമാലയത്തിൻ്റെ കുന്നിൻ്റെ മുകളിലൂടെയൊക്കെ നടന്നു. അപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ ആ മൗണ്ടനിലൊക്കെ വളരെയധികം തണുപ്പാണ് അവർക്ക് അനുഭവപ്പെട്ടത്. നമുക്കറിയാമല്ലോ, കുന്നിൻ പ്രദേശത്ത് തണുപ്പ് കൂടുതലായിരിക്കും. There are many kinds of trees there. പലതരത്തിലുള്ള മരങ്ങൾ, അതായത് ഓക്ക്, പൈൻസ്, ഡിയോഡേഴ്സ്, ഇതൊക്കെ അവിടെ കണ്ടു. അപ്പോൾ ഈ കുന്നിൻ പ്രദേശങ്ങളിൽ വളരുന്ന ട്രീകളുടെ പേരാണ് നമ്മൾ പഠിച്ചത്. ഏതാണ്? ഓക്ക്, പൈന് ആൻഡ് ഡിയോഡേഴ്സ്. ഇതൊക്കെ മൗണ്ടൻ ഏരിയയിലാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ഒരു ദിവസം അവർ രാജസ്ഥാനിലേക്ക് പോയി, വേറൊരു ട്രിപ്പിൽ. രാജസ്ഥാനിൽ പോയപ്പോൾ അവർ കണ്ടത് എവിടെയാണ്? ഹോട്ട് ഡെസേർട്ടാണ്. നമുക്കറിയാമല്ലോ, രാജസ്ഥാനിൽ വളരെ ചൂടുകൂടിയ ഡെസേർട്ട് ഏരിയയാണ്. അപ്പോൾ അവിടെയാണ് പോയത്. അവിടെ അവർ കാക്ടസ് പ്ലാന്റും ഒക്കെയാണ് കണ്ടത്. ഇത് മൗണ്ടനിൽ കണ്ടത് അവർ ഓക്ക്, ഡിയോഡേഴ്സ്, പൈന്, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ അവർ കണ്ടത് കാക്ടസ് പ്ലാന്റ് ആണ്. ഇപ്പോൾ കാക്ടസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളിമുൾച്ചെടിയാണ് അവരതിൽ കണ്ടത്. അത് കഴിഞ്ഞ് അവർ പുരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ കണ്ടത് സീ ബീച്ചാണ്, നല്ല കടൽ പ്രദേശമാണ്. അവിടെ അവർ കണ്ടിരുന്നത് എന്താണ്? കാസൂരിന ട്രീസാണ്. അങ്ങനെ ഇപ്പം നമ്മൾ 3 സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു. അതായത് ഋഷികേശ്, രാജസ്ഥാൻ, പിന്നെ ഏതാണ്? പുരി. ഈ 3 സ്ഥലങ്ങളിലും അവർ കണ്ട ട്രീസ്, പ്ലാന്റ്സിനെ കുറിച്ച് മാത്രമേ ഇപ്പം നമ്മൾ സംസാരിച്ചല്ലേ. ആ പ്ലാന്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് അവർ കണ്ടത്. All these places were so different from one another. Some were cold, some were hot and dry, and some places so humid. And yet all of them had many organisms having creatures of various kinds. അപ്പോൾ ഇവർ ഈ 3 സ്ഥലങ്ങളിൽ പോയതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായത് ഇവർ ഓരോ സ്ഥലത്തിൻ്റെയും സ്വഭാവ സവിശേഷതകൾ വ്യത്യാസമാണ്. അതായത് ചിലത് തണുപ്പാണ്, ചിലത് ചൂടാണ്, ചില ഹ്യൂമിഡ് ഏരിയ. നമുക്കറിയാം, സീ വാട്ടർ ഉള്ളിടത്ത് ഹ്യൂമിഡ് ഏരിയയാണ്, ഈർപ്പമുള്ള നനവുള്ള അന്തരീക്ഷമായിരിക്കുള്ളത്. ഇവിടെ എല്ലാം വ്യത്യാസമായിരുന്നെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം ലിവിങ് തിങ്സ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തിലും ലിവിങ് തിങ്സ് ഇല്ലാതിരുന്നില്ല. കുന്നിൻ പ്രദേശത്തും ഉണ്ടായിരുന്നു, മരുഭൂമിയിലും ഉണ്ടായിരുന്നു, സീ വാട്ടറിൻ്റെ അവിടെയും ഉണ്ടായിരുന്നു. എല്ലാം ലിവിങ് ഓർഗനിസംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ബോജ തിങ്ക് ചെയ്യുകയാണ്. അതായത് നമ്മുടെ വീടിനടുത്തുള്ളത് അല്ലെങ്കിൽ വീടിനകത്ത് ഇങ്ങനെ നമ്മുടെ കബോർഡുകളിലും ഒക്കെ പലതരത്തിലുള്ള ജീവികളുണ്ട്. ഹി ഹാഡ് തോട്ട് ദാറ്റ് ദർ മേ നോട്ട് ബി എനി ലിവിങ് ഓർഗനിസം ഹിയർ, ബട്ട് ഹി ഫൗണ്ട് വൺ ടൈനി സ്പൈഡർ ഇൻ ദ കബോർഡ്. എവിടെ നോക്കിയാലും എന്തെങ്കിലും ഒരു ജീവിയെങ്കിലും കാണാൻ പറ്റും. നമ്മുടെ കബോർഡൊക്കെ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ ഉറുമ്പോ സ്പൈഡറോ ഒക്കെ കയറിയിരിക്കുന്നത് നമ്മൾ
കാണാറുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്കിയേ. പഹേലി സ്റ്റാർട്ടഡ് തിങ്കിങ് ആൻഡ് റീഡിങ് അബൌട്ട് ഫാർ അവേ പ്ലേസസ്. ഷീ റീഡ് ദ പീപ്പിൾ ഹാവ് ഈവൻ ഫൗണ്ട് ദേ live tiny living organisms in the opening of volcanoes. ഇവിടെ പഹേലി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അവൾ പല പല ബുക്കുകൾ വായിക്കുകയും ചെയ്തപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങളുടെ മുഖത്ത്, അതായത് അഗ്നിപർവ്വതം പൊട്ടി കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പോലും ചെറിയ ജീവികളൊക്കെ ജീവിക്കുന്നുണ്ടോ. നമുക്കറിയാം അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും പുകയുമാണ്. അവിടെ സാധാരണ ഒരു ജീവികൾക്കും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ ഈ ലാവയുടെ ചൂട്, അതായത് പുറത്തേക്ക് വരുന്ന ദ്രാവകം ഉണ്ടല്ലോ, അതിന് നമ്മൾ ലാവ എന്ന് പറയുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെ ചൂട് കുറയുന്ന ഉടനെ അവിടെ എന്താണ് ചെറിയ ചെറിയ ജീവികളൊക്കെ താമസിക്കാൻ വരും. ഓർഗാനിസംസ് ആൻഡ് ദ സറൗണ്ടിങ്സ് വെയർ ദേ ലിവ്. അവർ ഓരോ ആനിമൽസ് അല്ലെ ഓരോ ജീവജാലങ്ങളും അവരുടെ സറൗണ്ടിങ്സിനെ കുറിച്ചാണ്, അതായത് അവർ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. Another thought that occurred in Paheli and Bojo was about the kinds of living organisms that were present in different locations that they had visited. ഇവർ പല സ്ഥലങ്ങളിൽ പോയല്ലോ, ആ സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല ജീവികളെ അവരെ കണ്ടു. അതിനെക്കുറിച്ചായി അവരുടെ ചിന്ത. The desert had camels, the mountains had goat and yak. Puri had some other creatures, crab on the beach, and such a variety of fish being caught by the fishermen at the sea. And then there did seem to be some creatures like ants that were present in all these different locations. The kinds of plants around found in each of these regions were so different from the plants of the other. ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ പോയപ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, അതായത് ഓരോ സ്ഥലത്തുള്ള പ്ലാന്റ്സ് വ്യത്യാസമാണെന്ന് അവർ കണ്ടു. അതുപോലെ തന്നെയാണ് ആനിമൽസും. മൗണ്ടനിൽ എന്താണുള്ളത്, ഗോട്ടും യാക്കും ഒക്കെയാണ്. പക്ഷേ രാജസ്ഥാൻ ഡെസേർട്ടിൽ ക്യാമൽസ് ആണുള്ളത്. പുരിയിലാണെങ്കിൽ ഒരുപാട് ഫിഷസ് ഒക്കെ ഉണ്ട്. കാര്യം സീ ആണ്, കടലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനത്തെ ആനിമൽസാണ് കൂടുതൽ ഉള്ളത്. അതുപോലെ ക്രാബ്, ഇഷ്ടം പോലെ ഞണ്ടുകൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ റീജിയനിലും ജീവിക്കുന്ന ജീവികളുടെ സ്വഭാവം അല്ലെ ജീവികളും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഉള്ളത് എല്ലായിടത്തും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആൻഡ്, ഉറുമ്പ്. നമുക്കറിയാം എല്ലാ സ്ഥലത്തും ജീവിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. അത് മൗണ്ടൻ ആണെങ്കിലും ജീവിക്കും. സീ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്തുനിന്നല്ല, അതിൻ്റെ ബീച്ചിനോട് ചേർന്നും എല്ലാം, ഡെസേർട്ടിലും എല്ലാം എന്തുണ്ട്, ഉറുമ്പുണ്ട്. ഇൻ ദീസ് ഡിഫറെൻറ്റ് ഇവയെല്ലാം എപ്പോഴും സെയിം ആണോ? അല്ല, ഇതൊന്നും സെയിം അല്ല. പലതരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ ഓരോ സ്ഥലത്തും ചെന്നാൽ കാണാൻ പറ്റുന്നത്. ഇനിയും ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു കോളം തന്നിട്ടുണ്ട്. ഈ കോളത്തിൽ ഫോറസ്റ്റിൽ ഏതൊക്കെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും കാണുന്നു, മൗണ്ടനിൽ, ഡെസേർട്ടിൽ, സീയിൽ, പിന്നെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നോ? ഇപ്പോൾ സീ അല്ലേ ഇവിടെ തന്നെ, ഇൻ ദ റിവറോ, അങ്ങനെ എന്തെങ്കിലും സ്ഥലത്ത് ഏതൊക്കെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ട്രൈ ആൻഡ് ഇൻക്ലൂഡ് മെനി പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഒബ്ജക്ട്സ്, ബിഗ് ആൻഡ് സ്മോൾ, ഇൻ ഈച്ച് ഓഫ് ദ കോളം ഇൻ ദിസ് ടേബിൾ. വാട്ട് കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് വിൽ യു ഫൈൻഡ് that may not be animal or plant? Perhaps parts of the plants like dried leaves, or parts of the animals like bones. We may also find different kinds of soils and pebbles. Water in the oceans may have salts dissolved in the discussed in the chapter 3. There could be many more objects. ഇനിയും ഇതുപോലെ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉണ്ട് അല്ലേ. ജീവനുള്ള ജീവികളെ കുറിച്ച് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ, അവയുടെ വാസസ്ഥലത്തെക്കുറിച്ച്, താമസിക്കുന്നതിനെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും ഒക്കെ. പക്ഷെ നമുക്കറിയാം നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ജീവനുള്ളവ് മാത്രമല്ല, ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ഉണ്ട് അല്ലേ. ഡ്രൈ ലീവ്സ്, സ്റ്റോൺസ്, പെബിൾസ്, ഇതെല്ലാം ജീവനില്ലാത്ത. അപ്പോൾ ജീവനുള്ള ജീവികൾ മാത്രമല്ല, ജീവനില്ലാത്തവയും നമുക്ക് ചുറ്റും ഉണ്ട്. ഹാബിറ്റേറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. അതായത് ഈ ഹാബിറ്റേറ്റും അഡാപ്റ്റേഷനും പറയുന്നത്, ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊരു ജീവികളാണ് താമസിക്കുന്ന സ്ഥലം, ചുറ്റുപാട്, അതിനെ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഈ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത്, അതായത് ഈ ചില ആനിമൽസിന്
ആ സിറ്റുവേഷനിൽ ജീവിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില ജീവികൾക്ക് ഓന്തിനെക്കുറിച്ച് നമുക്കറിയാലോ, ഓന്ത്. അപ്പോൾ ഈ ഓന്തെന്ന് പറയുന്ന ജീവി, അതിന് കളർ ചേഞ്ചസ് ഉണ്ട്. അതൊരു അഡാപ്റ്റേഷനാണ്. അതായത് ഏതെങ്കിലും ഒരു ശത്രുവിനെ കാണുമ്പോൾ അതെന്ത് ചെയ്യും? ഗ്രീൻ ലീഫ് ആണെങ്കിൽ ഗ്രീൻ ലീഫിലായിരിക്കുന്ന അതിൻ്റെ കളറും ഗ്രീനായിട്ട് മാറും. ഇനി ഡ്രൈ ലീവ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ കളർ എന്താണ്? ആ ലീവ്സിനെ കളറായിട്ട് ചേഞ്ച് ചെയ്യാനതിന് കഴിയും. അപ്പോൾ അത്ര അഡാപ്റ്റേഷൻസ് ഓരോ ആനിമൽസിനും ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. What do you find from the plants and animals listed in the activity 1? Did you find a large variety of them? Look at what you have entered in the column of desert and the column of the sea. Did you list very different kinds of organisms in these two columns? What are the surroundings like in the two regions? ഇനി നമ്മൾ നമ്മൾ ആ കോളത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ എഴുതിയില്ലേ, ഒരു പച്ച കളറിലുള്ള കോളം. ആ കോളത്തിൽ സിയിൽ ഏതൊക്കെ ജീവികളാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് സിയെ ഡെസേർട്ടിൽ, അങ്ങനെ രണ്ട് സ്ഥലത്തുമുള്ള ഏതൊക്കെ ജീവികളാണ് ജീവിച്ചിരുന്നതെന്നൊന്ന് നോക്കാൻ പറയുകയാണേ. ഇൻ ദ സീ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ സറൗണ്ടഡ് ബൈ സലൈൻ വാട്ടർ. സലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളം. സിയിൽ എന്താണ്? പ്ലാന്റ്സും ആനിമൽസും എന്തിലാണ് ജീവിക്കുന്നത്? ഉപ്പ് വെള്ളത്തിലാണ്. മോസ്റ്റ് ഓഫ് ദം യൂസ് ദ എയർ ഡിസോൾവ് ഇൻ വാട്ടർ. അതുപോലെ തന്നെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന എയറാണ് അവർ ശ്വസിക്കുന്നത്. ഓക്സിജൻ, നമുക്ക് ജീവിക്കാൻ ഓക്സിജൻ വേണം. ആ ഓക്സിജൻ അവർ വെള്ളത്തിനകത്തു നിന്നാണ് എടുക്കുന്നത്. And there is very little water available in the desert. It is very hot in the daytime and very cold at the night in the desert. The animal and the plants of the desert will on the desert soil and breathe air from the surroundings. ഇപ്പം നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ വെള്ളത്തിലെ എയറാണ്, വെള്ളത്തിനകത്തുള്ള എയറാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഡെസേർട്ട് ഏരിയയിലാണല്ലോ, അവിടെ ഭയങ്കര ഹോട്ടാണ്. ആ ഹോട്ട് എയറിൽ നിന്നാണ് അവിടെയുള്ള ആനിമൽസ് എല്ലാം എന്ത് ചെയ്യുന്നത്? എയർ എടുക്കുന്നത്. അപ്പോൾ അവർ ആ ഡെസേർട്ട് ഏരിയയിലാണ് ജീവിക്കുന്നത്, ആ സോയിലാണ്. ആ എയർ, ആ ചൂടുള്ള എയറാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. The sea and the desert are very different surroundings and we find very different kinds of plants and animals in these two regions. Let us look from the desert and the sea. A camel and fish. ഇപ്പം ഇനി നമുക്ക് രണ്ട് ആനിമൽസിന് എക്സാമ്പിളായിട്ട് എടുക്കുക. അതായത് ക്യാമലും ഫിഷും. ഇത് ക്യാമൽ എന്ന് പറയുന്നത് ഡെസേർട്ട് ഏരിയയിലാണ്, ഫിഷ് എന്ന് പറയുന്നത് സീയിലാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുകയാണേ. The body structure of the camel help to survive desert conditions. ക്യാമലിൻ്റെ, അതായത് ഒട്ടകത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത് ആ ഡെസേർട്ട് ജീവിക്കാൻ പറ്റുന്ന പോലെ. And camels have long legs which help us to keep their bodies away from the heat of the sand. നമുക്കറിയാമല്ലോ, മണലിന് ചൂട് പിടിച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ക്യാമൽസിന് ഭയങ്കര നീളമുള്ള കാലം. എന്താ കാര്യം? അതിൻ്റെ ദേഹത്തോട്ട് ഈ മണ്ണിൽ നിന്നും ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ദേ എക്സ്ക്രീറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിൻ. അതുപോലെ ഒരു യൂറിൻ വളരെ കുറവാണ്. അവർ മൂത്രം വളരെ കുറച്ച് മാത്രമേ ക്യാമൽസിന് പോകാറുള്ളൂ. അതുപോലെ അവരുടെ ഡങ്, ചാണകം, അത് വളരെ ഡ്രൈ ആയിട്ടാണ് പോകുന്നത്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ കാണത്തില്ല. അതുപോലെ അവർ സ്വെറ്റ് ചെയ്യത്തില്ല, വിയർക്കത്തില്ല. Since camels lose very little water from their bodies, they can live for many days without water. ഈ ക്യാമലിന് എത്ര ദിവസം വേണമെങ്കിലും കുറേ ദിവസം അവർക്ക് വെള്ളം പോലും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. അത് വെള്ളം വേണ്ട ആവശ്യം അവർക്കില്ല. കാര്യം അവർ വിയർക്കാറില്ല, അവരെ യൂറിൻ പാസ് ചെയ്യാറില്ല അധികം. പിന്നെ അതുപോലെ അവരുടെ ഡങ് എന്ന് പറയുന്നത്, ചാണകം എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് അധികം വെള്ളം നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ നാൾ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റും. ലെറ്റ് us look at the different kinds of fish. ഇനി ഫിഷിനെ കുറിച്ച് പറയുകയാണേ. അപ്പോൾ പലതരത്തിലുള്ള ഫിഷ് ഉണ്ട്, നമുക്കറിയാമല്ലോ അല്ലേ, പല ടൈപ്പിലുള്ള. പക്ഷേ സാധാരണയായിട്ടുള്ള ഒരു ഫിഷിൻ്റെ ഒരു കോമൺ ഷേപ്പ് ഉണ്ട്. നമ്മളത് നേരത്തെ പറഞ്ഞാണ്, സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞതാണ് ഫിഷിൻ്റെ ഷേപ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ. All the ones shown there have been the streamline shape that has discussed in the chapter 5. This shape helps them move inside the water. Fish have slippery scales on their bodies. These scales protect the fish and also help the easy movement through the water.
അതായത് ഈ ഫിഷിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ആണ്. അതായത് ഇങ്ങനെ അറ്റം കൂർത്തിട്ട് പിന്നെ ബോഡി എന്താണ് ഇച്ചിരി വീർത്ത് വന്നിട്ട് അല്ലേ, വീർത്ത് വന്നിട്ടാണ് ഇങ്ങനെയാണ്. ഇതാണ് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഷേപ്പ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ദേഹത്ത് സ്ലിപ്പറി, അതായത് തന്നെ നിങ്ങൾ മീനെടുക്കുമ്പോൾ കണ്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോവും അല്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്തിനാണ്, മറ്റേ ഫിഷസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, മറ്റേ ആനിമൽസില്ലേ അതിനെ പിടിച്ച് തിന്നാൻ വരുന്നത്, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതുപോലെ വാട്ടറിലൂടെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അതിൻ്റെ ബോഡി അങ്ങനെ ആക്കിയിരിക്കുന്നത്. ഫിഷ് ആർ ഫ്ലാറ്റ് ഫിൻസ് and tails that help them to change the direction and keep their body balanced in the water. Gills present in the fish help them to use oxygen dissolved in the water. അപ്പോൾ ഇതിൻ്റെ ദേഹത്തുള്ള ചിറകുകൾ, ഈ ചിറകുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിറക്ഷൻ മാറ്റി മാറ്റി മൂവ് ചെയ്യാൻ പറ്റുന്ന ചിറകുകളാണ് അതിന് ഉള്ളത്. ഒപ്പം തന്നെ അത് ശ്വസിക്കുന്ന വായു, അതായത് ഓക്സിജൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ഇത് അതുങ്ങളുടെ ഗിൽസ് വഴിയാണ്. ഗിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെകിള. അതായത് നമ്മുടെ ഈ ഫിഷിനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫിഷിൻ്റെ തലയുടെ ഒരു ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് പൊക്കി നോക്കാൻ പറ്റുന്ന, അപ്പോൾ അതിന് ചെകിളപ്പൂവെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. ആ ചെകിളപ്പൂവിലൂടെയാണ്, അത് ഗിൽസ് എന്നാണ് പറയുന്നത്. ആ ഗിൽസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓക്സിജൻ അത് വെള്ളത്തിൽ നിന്ന് വലിച്ച് എടുക്കുന്നത്. We see that the features of the fish help to the inside the water and the features of the camel help in the survey to desert. നമ്മൾ ഈ രണ്ട് പേരെ കുറിച്ചാണ് പറയുന്നത്, ക്യാമലിനെ കുറിച്ചും എന്താണ് ഫിഷിനെ കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. We have taken only 2 examples from a very wide variety of animals and the plants that live on the earth. In all these variety of organisms, we will find that they have certain features that help them live in the surroundings in which they are normally found. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഓരോ ജീവികളും ജീവിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെ ബോഡി ഷേപ്പ്, അതിൻ്റെ രീതികളും ഒക്കെ പാകപ്പെട്ടിരിക്കുന്നു. അവർക്ക് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. The presence of specific features of certain habitat which enable the organism to live naturally in a place called adaptation. എന്താണ് അഡാപ്റ്റേഷൻ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. The presence of specific features or certain habits which enable the organism to live naturally in the place is called adaptation. അതായത് ഏതെങ്കിലും ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് തന്നെ അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ചുറ്റുപാടിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന സാഹചര്യങ്ങൾ, അതിനെയാണ് അനുകൂല സാഹചര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻ ഓഫ് ദ ഓർഗാനിസം ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലേസ് ഓഫ് ഡ്വെല്ലിംഗ്. ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ചാണ് ഈ അഡാപ്റ്റേഷൻസിന് വ്യത്യാസം വന്നത്. നമ്മൾ കണ്ടു ക്യാമലിൻ്റെ ഫിഷിൻ്റേതും പറഞ്ഞപ്പോഴേ. ദ പ്ലേസ് വെയർ ഓർഗാനിസം ലിവ് ഈസ് കോൾഡ് ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ ജീവികൾ ജീവിക്കുന്ന സ്ഥലത്തിനാണ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. അതായത് ഡ്വെല്ലിംഗ് പ്ലേസ്, താമസിക്കുന്ന സ്ഥലം. ദ ഹാബിറ്ററ്റ് പ്രൊവൈഡ് ഫുഡ്, വാട്ടർ, എയർ, ഷെൽട്ടർ ആൻഡ് അതർ നീഡ്സ് ഓഫ് ഓർഗാനിസംസ്. അതായത് താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം ഉണ്ടാവണം, ഫുഡ് ഉണ്ടാവണം, എയർ, ഷെൽട്ടർ, താമസിക്കാൻ സ്ഥലം ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് that live on the land are said to be live in terrestrial habitat. അതായത് ലാൻഡിൽ താമസിക്കുന്ന ആനിമൽസിന് ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ് ആണ് ഉള്ളത് എന്ന് പറയും. അതായത് ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ലാൻഡിൽ താമസിക്കുന്ന ആനിമൽസ് എല്ലാം ഏതിലാണ്, ടെറസ്ട്രിയൽ ഹാബിറ്ററ്റിലാണ് ഉള്ളത്. അതായത് ഫോറസ്റ്റിലെ, ഗ്രാസ് ലാൻഡിലെ, ഡെസേർട്ടിലെ, മൗണ്ടൻ റീജിയനിൽ ഇതെല്ലാം എന്താണ്, ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ് ആണെന്ന് പറയും. There are some changes that has happened to the organism over a short period of time to help them adjust to some changes in the surroundings. അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ ചുറ്റുപാടിനുണ്ടാകുമ്പോൾ ചില ജീവികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ട് ആ സംവിധാനത്തോട് അല്ലെ ആ ചുറ്റുപാടിനോട് അത് യോജിച്ചു പോകുന്നതായിട്ട് കാണാം. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് വി live in the plains and suddenly go to the high mountain region, we may experience difficulty in breathing and doing physical exercise for some days.
and we need to breathe faster when we are on a high mountain. After some days, our body adjusts to the changed conditions on the high mountain. Such a small changes can be taken place in the body in a single organism over a short period. To overcome small problems due to the change of the surrounding is called acclimatization. And these changes are different from adaptations. ഇനി എക്ലിമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞത് എക്ലിമറ്റൈസേഷന് നമ്മൾ സാധാരണ ഒരു കുന്നിൻ പ്രദേശമല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. നമ്മൾ കുറച്ച് നാൾ കുന്നിൻ്റെ മുകളിലേക്ക് പോയി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് ശ്വാസം കിട്ടത്തില്ല, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും. കാര്യം എന്താ? കുറച്ചുകൂടെ അതായത് സമതല പ്രദേശത്ത്, അതായത് നിരപ്പുള്ള സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പം ബ്രീത്ത് ചെയ്യുന്നതിനെക്കാട്ടി സ്പീഡിൽ നമുക്ക് മൗണ്ടനിൽ ബ്രീത്ത് ചെയ്യേണ്ടി വരും. എന്നാൽ കുറേ നാൾ നമ്മൾ മൗണ്ടനിൽ താമസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് അത്ര അഡാപ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്ന പേരാണ് ഏത്? എക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത്. Animals that live in the water are called aquatic habitat. ഇനി വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ അക്വാട്ടിക് ഹാബിറ്റേറ്റ് ഉള്ളത്, അത് ലേക്ക്, റിവർ, ഓഷനിൽ ഇതിലെല്ലാം താമസിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ലാൻഡിൽ കാണുന്ന ആനിമൽസിൽ നിന്നും വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ ഫോറസ്റ്റിലോ ഡെസേർട്ടിലോ ഒക്കെ കാണുന്ന ആനിമൽസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് അക്വാട്ടിക് ഹാബിറ്റേറ്റ് ഉള്ളത്. നമ്മൾ ഫിഷിൻ്റെ പറഞ്ഞാണ് ദ ഓർഗാനിസംസ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് animals living in the habitat are its biotic component. The non-living things such as rock, soil, air and water is the habitat constitute its abiotic components. രണ്ട് കമ്പോണൻസ് ആണ് നമ്മുടെ ഭൂമിയിലുള്ളത്. ഒന്ന് ബയോട്ടിക്കും മറ്റേത് അബയോട്ടിക്കും. ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ലിവിങ് തിങ്സ് ആണ്. അതായത് ജീവനുള്ള വസ്തുക്കൾക്ക് നമ്മൾ ബയോട്ടിക് എന്നാണ് പറയുന്നത്. ജീവനില്ലാത്തതിന് അബയോട്ടിക് എന്നും പറയും. ഇപ്പോൾ നമ്മുടെ റോക്ക് ഇതൊക്കെ അബയോട്ടിക് ആണ്, കമ്പോണൻസ് ആണ്. പിന്നെ സൺലൈറ്റ്, ഇതൊക്കെ അബയോട്ടിക് കമ്പോണൻസ് ആണ്. ആൻഡ് വി നോ ദാറ്റ് സം പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ്. ഇനിയും ഈ പലതരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ വിചാരിക്കും ബയോട്ടിക് കമ്പോണൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അബയോട്ടിക് ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അബയോട്ടിക് കമ്പോണൻസ് ഒരുപാട് നമുക്ക് ആവശ്യമുള്ളതുണ്ട്. അതായത് ഒരു സീഡ് കുഴിച്ചിട്ട് അത് വളർന്നു വരുന്നു എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ജെർമിനേഷൻ എന്നാണ് പറയുന്നത് അല്ലേ? പിന്നെ സീഡ് ടേൺഡ് ഇൻടു സ്പ്രൗട്ട്. സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ മുള പൊട്ടുന്നതിന് എന്താ പറയുന്നത്? ജെർമിനേഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് പച്ച പയർ നമ്മൾ കളക്ട് ചെയ്ത് എന്താ ചെയ്യാമെന്നറിയാമോ? 20-30 പയർ അതെന്ത് ചെയ്യണം? വെള്ളത്തിലിടുക. എന്നിട്ട് ആ സീഡ്സിനെ നമ്മൾ 4ആയിട്ട് മാറ്റുക. അതായത് 1 പാർട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കുക. 3-4 ദിവസത്തേക്ക് കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇത് ഡിസ്റ്റർബ് ചെയ്യുമൊന്നും ചെയ്യല്ല. എന്നിട്ട് എന്താണ്, വേറൊരെണ്ണത്തിനാണേലും എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ സോക്ഡ് സീഡിനെ നല്ല വെയിലുള്ള ഒരു റൂമിൽ, സണ്ണി റൂമിൽ, നല്ല പ്രാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കണം. വേറൊന്നിനെ ഡാർക്ക് റൂമിൽ വെക്കണം. പിന്നെ വെരി കോൾഡ് സറൗണ്ടിങ്, അതായത് ഫ്രിഡ്ജ് പോലെയുള്ള സ്ഥലത്ത് വെക്കണം. ഇങ്ങനെ 4 വെക്കും. ഒന്നെന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിനകത്ത്, രണ്ടാമത്തേത് സണ്ണി റൂമിൽ, പ്രകാശം കിട്ടുന്ന റൂമിൽ, പിന്നെ ഒരെണ്ണം ഡാർക്ക് റൂമിൽ, ഒരെണ്ണം നല്ല തണുപ്പുള്ള സ്ഥലത്ത്. ഇതിലേതായിരിക്കും ഒന്ന് കിളിച്ച് വരുന്നതെന്നെങ്കിലും വിചാരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നിട്ട് ഇത് ദിവസം നമ്മളെടുത്ത് ഇങ്ങനെ കഴുകിയൊക്കെ നോക്കണം. നമുക്ക് എന്ത് മനസ്സിലാകാൻ പറ്റും? ഏത് പയറായിരിക്കും കിളിച്ച് വരുന്നത്? തീർച്ചയായിട്ടും സൂര്യപ്രകാശം ഏൽക്കുന്ന സണ്ണി റൂമിലുള്ള സീഡായിരിക്കും കിളിച്ച് വരുന്നത്. എന്താ കാര്യം? ഇതിനാവശ്യമായിട്ട്, ഈ സീഡിന് ആവശ്യമായി സൺലൈറ്റ് വേണം അല്ലേ? പക്ഷേ സൺലൈറ്റ് കിട്ടാത്ത ഒരവസ്ഥയിൽ എന്ത് പറ്റും? ഇതിന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ബയോട്ടിക്കും അബയോട്ടിക്കും, ബയോട്ടിക് എന്ന് പറയുന്ന സാധനങ്ങൾ മാത്രമല്ല, അബയോട്ടിക്കായിട്ടുള്ള കമ്പോണൻസും എന്തിനും വേണം? നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ വേണം. The biotic factors like air, water, light and heat are important for the growth of the plant. In fact, abiotic factors are important for living organisms. ഈ ലിവിങ് തിങ്സിന് അബയോട്ടിക് കമ്പോണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
Adaptation does not take place in a short time because the abiotic factors of a region also changes very slowly. Those organisms which cannot adapt to these changes die, and only the adapted ones survive. Organisms adapt to different abiotic factors in different ways. This results in wide variety of organisms in different habitat. ഇനി പറയുന്നത്, നമ്മളിപ്പം കുന്നിലേക്ക് താമസം മാറ്റിയ കാര്യം പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ജീവിവർഗത്തിന് മാറാൻ, ആ ഒരു ഹാബിറ്റേറ്റിൽ മാറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? അതൊക്കെ ഡൈ ചെയ്യും, അതായത് മരിച്ചു പോകാതെ ഇല്ലാതായി തീരുക ആണ് ചെയ്യുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് തനിയെ എന്ത് ചെയ്യേണ്ടതാണ്? അഡാപ്റ്റ് ചെയ്യേണ്ടതാണ് ആ സിറ്റുവേഷനുമായിട്ട്, ആ സറൗണ്ടിങ്. അല്ലാത്ത പക്ഷം അതെന്താണ്? ഇല്ലാതായി പോവും. അപ്പോൾ ഈ അബയോട്ടിക് കമ്പോണൻസിനും പതിയെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ സാഹചര്യം മാറുമ്പോൾ നമുക്കും ഉണ്ടാകുന്ന ചേഞ്ചസ് വളരെ പതിയായിരിക്കും. നമ്മൾ മനുഷ്യരുടെ കാര്യം തന്നെ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് പോകുന്നെന്ന് വിചാരിക്കുക. നമ്മൾ ആ വേറൊരു രാജ്യത്ത് പോയി അവിടെ താമസിച്ചാൽ അവരുടെ ഒപ്പം എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലേ? ചുറ്റുപാടുകളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ പതിയെ നമ്മുടേതായ ഒരു രീതിയിൽ ജീവിച്ചോണം എന്ന് പറഞ്ഞ പോലാണ്. Let us look at some habitat, understood the abiotic factors and the adapters of in these habitats. A journey through different habitat. നമുക്ക് പലതരത്തിലുള്ള ഹാബിറ്ററ്റിലൂടെയുള്ള ഒരു ജേർണിയാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ്സ് ആണ്. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് കാണാം. നമുക്ക് ലെസൺ ഇവിടെ നിർത്താം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.